ജനൂസ് മുഹമ്മദിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ചിത്രമായിരുന്നു നയൻ. മലയാളത്തിൽ അധികം പരീക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഹൊറർ സിനിമയായിരുന്നു നയൻ. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് വിതരണത്തിനെത്തിച്ച സിനിമ ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് പൃഥ്വിരാജ്. ചിത്രത്തിനു വേണ്ടി ഒരുപാട് നിർമ്മാതാക്കളോട് സംസാരിച്ചിരുന്നുവെന്നും തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കഥയായിരുന്നു നയൻ എന്ന ചിത്രത്തിൻ്റെതെന്നും പൃഥ്വി പറഞ്ഞു. ഒടുവിൽ സിനിമ നിർമ്മിക്കാൻ താൻ സ്വയം തീരുമാനിച്ചെന്നും സില്ലി മോങ്സ് മോളിവുഡിനോട് പൃഥ്വിരാജ് പറഞ്ഞു. റിസ്ക് എടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് എടുക്കുന്നത്. നയൻ എന്ന ചിത്രത്തിനു വേണ്ടി ഒരുപാട് നിർമ്മാതാക്കളോട് സംസാരിച്ചിരുന്നു. ജനൂസിനെ ഞാൻ തന്നെ ഒരുപാട് നിർമ്മാതാക്കളുടെ അടുത്തേക്ക് അയച്ചിരുന്നു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട ഒരു കഥയുണ്ട്, ഒന്ന് കേൾക്കുമോ എന്ന് ചോദിച്ചിട്ട്. അവരൊക്കെ തിരിച്ചെന്നോട് ചോദിച്ചത് നമുക്കൊരു ആക്ഷൻ സിനിമ ചെയ്തൂടെ എന്നായിരുന്നു. അങ്ങനെയൊക്കെയാണ് ചോദ്യം വന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എനിക്കിഷ്ടപ്പെട്ട ഒരു കഥയിൽ ഞാൻ താല്പര്യം കാണിച്ചില്ലെങ്കിൽ പിന്നെ അതിൽ എന്തർത്ഥമാണുള്ളത്? വേറെ ഒരാളോട് നിങ്ങൾ ഇത് ചെയ്യൂ എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ലല്ലോ. അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാൻ നയൻ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷമാണ് ശരിക്കും സോണിയുമായിട്ടുള്ള കൂടിക്കാഴ്ച സംഭവിക്കുന്നതും അവർ അതിലേക്ക് ഭാഗമാവുന്നതും പൃഥ്വിരാജ് പറയുന്നു. ഡോക്ടർ ബിജുവിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വീട്ടിലേക്കുള്ള വഴി എന്ന ചിത്രത്തെക്കുറിച്ചും പൃഥ്വി സംസാരിച്ചു. ചിത്രത്തിൻ്റെ കഥ ഒരു യൂണിവേഴ്സൽ കഥയായിട്ടാണ് തനിക്ക് തോന്നിയതെന്ന് പൃഥ്വി പറയുന്നു. വീട്ടിലേക്കുള്ള വഴി വലിയ സാധ്യതയുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. വല്ലാത്ത ഒരു യൂണിവേഴ്സൽ കഥയായിട്ടാണ് എനിക്കതിനെ തോന്നിയത്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഡോക്ടർ ബിജുവിൻ്റെ ഏറ്റവും നല്ല സ്ക്രിപ്റ്റിലൊന്നായിട്ടാണ് വീട്ടിലേക്കുള്ള വഴിയെ ഇപ്പോഴും ഞാൻ അഭിപ്രായപ്പെടുന്നത്. അന്ന് ആ സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരുപാട് ശമ്പളം ചോദിക്കാനും പറ്റില്ല. കാരണം അത് അങ്ങനെയൊരു സിനിമയാണല്ലോ. അന്ന് എനിക്ക് തരാനുള്ള ചെറിയൊരു പൈസയ്ക്ക് പകരം ഞാൻ ചോദിച്ചത് എനിക്കതിൻ്റെ ഒരു ഹിന്ദി റൈറ്റ്സ് തരാനായിരുന്നു. സത്യത്തിൽ ആദ്യമായി ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതാൻ ശ്രമിച്ചത് വീട്ടിലേക്കുള്ള വഴിയുടെ മറ്റൊരു വേർഷൻ ആയിരുന്നു. ഞാനത് എഴുതി വയ്ക്കുകയും ചെയ്തിരുന്നു. പിന്നീട് റിലീസായ ഒരു സിനിമയ്ക്ക് ഞാൻ എഴുതി വച്ചതുമായി വല്ലാത്ത സാമ്യത ഉണ്ടായിപ്പോയി. ബജ്രംഗി ഭായ്ജാൻ എന്നൊരു പടം വന്നിരുന്നു. അങ്ങനെ ആ സിനിമ വേണ്ടെന്ന് വച്ചതായിരുന്നു, പൃഥ്വിരാജ് പറഞ്ഞു.